ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഡിസൈൻ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലിൻസ് ജോസ്. നമ്മൾ കഴിഞ്ഞ വീഡിയോസുകളിൽ നോക്കിയിട്ടുള്ള ഫോട്ടോഷോപ്പ് ടൂൾസുകളുടെ കണ്ടിന്യൂസ് ടൂളുകളാണ് ഇന്നിവിടെ നമ്മൾ നോക്കുന്നത്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പാറ്റേൺ സ്റ്റാമ്പ് ടൂൾ വരെയുള്ള കാര്യങ്ങളാണ് നോക്കിയത്. ഈ വീഡിയോയ്ക്കകത്ത് നമുക്ക് ഹിസ്റ്ററി ബ്രഷ് ടൂൾ സ്റ്റാർട്ട് ചെയ്യാം. ടൂൾ സെലക്ട് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു ഇമേജിനകത്ത് ഒരുപാട് എഡിറ്റിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെല്ലാം റിമൂവ് ചെയ്തിട്ട് നമ്മുടെ ഒറിജിനൽ ഇമേജിനെ നമുക്ക് തരിക എന്നുള്ളതാണ് ഈ ഹിസ്റ്ററി ബ്രഷ് ടൂളിൻ്റെ ഒരു യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എങ്ങനെയാണോ നമ്മൾ ഇമേജ് ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്തപ്പോൾ ഇരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇതിനെ ക്ലീൻ ആക്കി എടുക്കാൻ കഴിയുന്നതാണ്. അതുപോലെ ഇതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഒപ്പാസിറ്റി ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഈ ടൂൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഞാൻ മുൻപ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പാറ്റേൺ ഇത് റിമൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ ക്ലോൺ സ്റ്റാമ്പ് ടൂൾ യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഇമേജിനെ ഇത് റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തെല്ലാം തരത്തിലുള്ള എഡിറ്റിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ട് അതിനെല്ലാം റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മൾ ആ ഇമേജ് ഇമ്പോർട്ട് ചെയ്ത പോലെ തന്നെ ക്ലീൻ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ടൂളായിട്ടുള്ള ആർട്ട് ഹിസ്റ്ററി ബ്രഷ് ടൂൾ നോക്കാം. ഈ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇമേജിനെ നമുക്ക് ആർട്ടിസ്റ്റിക് ഒരു ഇമേജ് ആക്കി മാറ്റാൻ കഴിയുന്നതാണ്. അതായത് നമ്മൾ ബ്രഷ് കൊണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇമേജിനെ പോലെ നമുക്ക് ഇതിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ ഇതിൻ്റെ ബ്രഷിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ ഒരു പോർഷൻ ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റിക് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമുക്കൊരു ഒറിജിനൽ ഇമേജിനെ ഒരു പെയിൻറ്റിങ് പോലെ ആക്കി മാറ്റാൻ ഇത് കഴിയും. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. ഇതെല്ലാം ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള യൂസുകൾക്കുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് ഓരോന്നും ചൂസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മൾ ഈ രണ്ട് ടൂളുകളും നോക്കി. ഇനി അടുത്തായിട്ടുള്ള നമുക്ക് ഇറേസർ ടൂൾ നോക്കാം. ഇവിടെ ഇതിൻ്റെ സബ് ടൂളുകളായിട്ട് മറ്റ് രണ്ട് ടൂളുകളോടെ ഉണ്ട്. നമുക്ക് ആദ്യം തന്നെ ഇറേസർ ടൂൾ സെലക്ട് ചെയ്യാം. ഇതിൻ്റെ എല്ലാ ഓപ്ഷൻ ബാറിനകത്ത് വരുന്ന ഓപ്ഷൻസ് എല്ലാം ഏകദേശം സെയിം തന്നെയാണ്. ഇവിടെ നമുക്കൊന്ന് ഇറേസ് ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ ഇറേസ് ചെയ്ത സമയത്ത് ഇവിടെ റെഡ് കളറാണ് വന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കളറിനകത്ത് റെഡ് കളറാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇമേജിൻ്റെ ഇത്രയും പോർഷൻ ഇറേസ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറിലുള്ള ആ ഒരു കളറായിരിക്കും ഇവിടെ വരിക. ഈ ഒരു കളർ വരേണ്ട നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മൊത്തത്തിൽ ഇറേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ലെയറിന് നമുക്ക് അൺലോക്ക് ചെയ്യണം. ഡബിൾ ക്ലിക്ക് ചെയ്ത് അൺലോക്ക് ചെയ്യാം. ഇനി നമുക്കൊന്ന് ഇറേസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇമേജ് ഇവിടെ ഇറേസ് ആവുന്നുണ്ട്. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് കളറും ഇറേസ് ആവുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാം, ഇതിൻ്റെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഇറേസ് ആയിപ്പോൾ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ടൂൾ നോക്കാം. ഈ ഒരു ടൂളും ബാക്ക്ഗ്രൗണ്ട് ഇറേസർ ടൂൾ തന്നെയാണ്. ഇതിന് നമുക്ക് പ്രത്യേകിച്ച് ലെയർ അൺലോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ അൺഡു ചെയ്യുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ക്ലിക്ക് ചെയ്തപ്പോൾ ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് കാണാം ഇറേസ് ആയിട്ടുണ്ട്. ഇവിടെ ലെയർ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അൺലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇതുപോലെ ഇറേസ് ചെയ്യാൻ പറ്റും. ഒരു ഇമേജിനൊക്കെ നമുക്ക് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇറേസ് ചെയ്തുകൊണ്ട് ഇമേജിനെ കട്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇറേസ് ചെയ്തിട്ട് ഇമേജിനെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ ലാസ്റ്റ് ടൂളായിട്ടുള്ള മാജിക് വാൻഡ് ഇറേസർ ടൂൾ നോക്കാം. ഇതിൻ്റെ യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറേസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയുള്ളതാണ്. ഇതും ഡിഫറെൻറ്റ് ടൈപ്സിലാണ് ഇറേസ് ചെയ്യുന്നത്. ഇത് കളറിനെ ഡിറ്റക്ട് ചെയ്തുകൊണ്ടാണ് ഇറേസ് ചെയ്യുക. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു കളറിൽ വന്നിട്ടുള്ള ആ ഒരു പോർഷനെല്ലാം ഇത് ഇറേസ് ചെയ്തിട്ടുണ്ട്. ഇതിന് നമുക്കിവിടെ ടോളറൻസ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ടോളറൻസ് കൂട്ടിയും കുറച്ചൊക്കെ കൊടുത്ത് നമുക്ക് ഇറേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു ഏരിയ നമുക്ക് ഇറേസ് ചെയ്ത് നോക്കാം. ഒരേ കളർ തന്നെയുള്ള കുറച്ചധികം പോർഷൻ ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഒറ്റ ക്ലിക്കിന് തന്നെ കുറേ അധികം പോർഷൻ ഇറേസ് ആയിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഇറേസർ ടൂളുകൾ എന്താണെന്ന് മനസ്സിലാക്കി. ഇനി നമുക്ക് അടുത്ത ടൂളുകൾ നോക്കാം. ഇവിടെ ഗ്രേഡിയൻറ്റ് ടൂളും പെയിൻറ്റ് ബക്കറ്റ് ടൂളാണുള്ളത്. നമുക്ക് ഗ്രേഡിയൻറ്റ് ടൂൾ ആദ്യം സെലക്ട് ചെയ്യാം. നമുക്ക് ഓപ്ഷൻ ബാറിലെ ഓപ്ഷനുകൾ നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഗ്രേഡിയൻറ്റ് പ്രീസെറ്റ്സ് കാണാം. നമുക്ക് ഇതിൽ നിന്ന് ആവശ്യമുള്ള പ്രീസെറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ആദ്യത്തെ ഗ്രേഡിയൻറ്റ് പ്രീസെറ്റ് സെലക്ട് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് കാണാം റെഡ് കളറും ഗ്രീൻ കളറുമാണ് വന്നിട്ടുള്ളത്. നമ്മളിവിടെ ഫോർഗ്രൗണ്ടിനകത്ത് ഗ്രീൻ കളറും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിനകത്ത് റെഡ് കളറുമാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ഫോർഗ്രൗണ്ടിലെ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. ഇപ്പം നമ്മൾ ഫോർഗ്രൗണ്ടിലെ കളർ ചേഞ്ച് ചെയ്തപ്പം ഇവിടെ കളറിൽ മാറ്റം വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒന്ന് ഗ്രേഡിയൻറ്റ് അപ്ലൈ ചെയ്ത് നോക്കാം. ഇതിനെ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഡ്രാഗ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഗ്രേഡിയൻറ്റ് കളർ വന്നിട്ടുണ്ട്. ഞാൻ ഇതിനെ അൺഡു ചെയ്യുന്നുണ്ട്. നമുക്ക് ഏത് പൊസിഷനിൽ വേണമെങ്കിലും ഇതിനെ ഡ്രാഗ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ ഞാൻ കളർ ഒന്നുകൂടി ചേഞ്ച് ചെയ്യുന്നുണ്ട്.
ഇവിടെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാം. ആദ്യത്തെ ലീനിയർ ഗ്രേഡിയൻ്റ് ആണ്. നമുക്കിതൊന്ന് സെലക്ട് ചെയ്ത് നോക്കാം. ഡ്രാഗ് ചെയ്ത് ഗ്രേഡിയൻ്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മുടെ ആ ഒരു ഫോർഗ്രൗണ്ടിലുള്ള കളർ ലെഫ്റ്റ് സൈഡിലും ബാക്ക്ഗ്രൗണ്ടിലെ കളർ റൈറ്റ് സൈഡിലുമാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഗ്രീൻ കളർ മുകളിലും ഇവിടെ താഴെയായിട്ട് വന്നിട്ടുള്ളത്. ഈ ലീനിയർ ഗ്രേഡിയൻ്റ് ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ ഗ്രേഡിയൻ്റ് കളർ വരിക. ഇത് ഞാൻ അൺഡു ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള റേഡിയൽ ഗ്രേഡിയൻ്റ് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഗ്രേഡിയൻ്റ് വന്നിരിക്കുന്ന റൗണ്ടിലാണ്. ഇതിൻ്റെ ഗ്രീൻ കളർ റൗണ്ടിൽ അകത്തായിട്ടും വന്നിട്ടുണ്ട്, റെഡ് കളർ റൗണ്ടിൽ പുറത്തായിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഗ്രേഡിയൻ്റ് ഫില്ല് ചെയ്യാം. ഈ ഒരു ഓപ്ഷൻസ് എല്ലാം നമ്മളിപ്പോൾ നോക്കിയതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സിൽ ഗ്രേഡിയൻ്റ് ഫില്ല് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഈ ഓപ്ഷൻസ് എല്ലാം നിങ്ങൾ അപ്ലൈ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്കിവിടെ ആരൊരു പ്രസ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഡിഫറെൻറ്റ് ടൈപ്സ് ഗ്രേഡിയൻസ്. ഞാൻ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഫോർഗ്രൗണ്ടിലുള്ള കളർ മാത്രമേ വരത്തുള്ളൂ. നമുക്കൊന്ന് ഡ്രാഗ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് കാണാം ഈ ഗ്രേഡിയൻ്റ് ഒരു ഗ്രീൻ കളറിലുള്ള ഗ്രേഡിയൻ്റ് മാത്രമേ വന്നിട്ടുള്ളൂ. ഇവിടെ റെഡ് കളർ വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതുപോലെ ഒരു സൈഡിൽ മാത്രം ഗ്രേഡിയൻ്റ് കൊടുക്കാൻ കഴിയും. ഇനി ഞാൻ ആദ്യത്തെ ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യാം. നമ്മൾ മുൻപ് കണ്ടിട്ടുള്ള ആ ഗ്രേഡിയൻ്റ് പ്രീസെറ്റ് തന്നെയാണ് ഇവിടെ വീണ്ടും കാണിക്കുന്നത്. ഇവിടെ നമുക്ക് പുതിയ ഗ്രേഡിയൻ്റ് പ്രീസെറ്റ് വേണമെങ്കിൽ ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഗ്രേഡിയൻറ്റിൻ്റെ കളർ ഇവിടുന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മൾ മുൻപ് ഫോർഗ്രൗണ്ടിൽ ചേഞ്ച് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇവിടുന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടുന്ന് ആവശ്യമുള്ള കളർ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഉള്ളത് ഗ്രീൻ കളറും അതുപോലെ ബ്ലൂ കളറും ആണുള്ളത്. നമുക്കിതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു കളർ കൂടി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് പ്രസ് ചെയ്ത് മറ്റൊരു കളർ സെലക്ട് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു ഓറഞ്ച്, ഡാർക്ക് ഓറഞ്ച് കളർ സെലക്ട് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഞാൻ 3 കളറുകളാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഗ്രേഡിയൻ്റ് കളറിനകത്ത് കളർ സെലക്ട് ചെയ്ത് കൊടുക്കാൻ കഴിയുന്നതാണ്. നമുക്കിവിടെ പോയിന്റ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ലൊക്കേഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ബ്ലൂ കളർ കുറഞ്ഞു വരുന്നത് കാണാം. അതുപോലെ ഞാൻ ഇതിനെ കുറച്ചും കൂടെ ബ്ലൂ കളറിന് കൂട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് ഗ്രേഡിയൻ്റ് കളർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ഗ്രേഡിയൻ്റ് ടൈപ്സിനകത്ത് നിങ്ങൾക്ക് 2 ടൈപ്സുകൾ കാണാം. സോളിഡ്, നോയിസ്. ഇവിടെ നിന്ന് നമുക്ക് ആവശ്യമുള്ള ടൈപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഡീഫോൾട്ടായിട്ട് സോളിഡ് ആയിരിക്കും വരിക. പിന്നെ നമ്മുടെ ഗ്രേഡിയൻ്റ് കളറിൻ്റെ സ്മൂത്ത് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ പ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗ്രേഡിയൻ്റ് ടൂൾ എന്താണെന്ന് മനസ്സിലാക്കി. ഇനി അടുത്ത ടൂളായിട്ടുള്ള പെയിന്റ് ബക്കറ്റ് ടൂൾ നോക്കാം. ഈ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ഷേപ്പിലും അതുപോലെ തന്നെ ഡോക്യുമെന്റ്സിലൊക്കെ കളർ ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. എക്സാമ്പിളായിട്ട് നമുക്കിവിടെ ഒരു റെക്ടാങ്കിൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാം. റെക്ടാങ്കുലർ മാർക്കി ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ഞാൻ റെക്ടാങ്കിൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഷേപ്പിനകത്ത് കളർ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പെയിന്റ് ബക്കറ്റ് ടൂൾ യൂസ് ചെയ്ത് ക്ലിക്ക് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഓൾട്ട് ഡിലീറ്റ് എന്ന ഷോർട്ട് കീ യൂസ് ചെയ്തുകൊണ്ട് ഫോർഗ്രൗണ്ടിനകത്തുള്ള കളറിനെ നമുക്ക് ഇവിടേക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ ഫോർഗ്രൗണ്ടിലും ബാക്ക്ഗ്രൗണ്ടിലും ഡിഫറെൻറ്റ് കളേഴ്സ് ആണ് ഉള്ളത്. ഈ പെയിന്റ് ബക്കറ്റ് ടൂൾ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഫോർഗ്രൗണ്ടിലുള്ള കളർ ആയിരിക്കും ഇവിടെ വരിക. ഒരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതിനകത്ത് കളർ ഒന്ന് ഫില്ല് ചെയ്ത് നോക്കാം. ഞാൻ ആ ഫോർഗ്രൗണ്ടിലെ കളർ ഇവിടേക്ക് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെയിന്റ് ബക്കറ്റ് ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ഇതുപോലെ കളർ ഫില്ല് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ടോളറൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ടൂളായിട്ടുള്ള ബ്ലർ ടൂൾ എന്താണെന്ന് നോക്കാം. ടൂൾ ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. ഈ ടൂൾ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഫോട്ടോയൊക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ്. അതുപോലെ തന്നെ നമുക്ക് ബ്ലർ ചെയ്യേണ്ട ഏത് വർക്കിനകത്തും ഈ ഒരു ടൂൾ യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ മറ്റൊരു ഇമേജിനെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഈ ഒരു ടൂൾ ഞാൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഓപ്ഷൻ ബാറിനകത്ത് കുറച്ച് ഓപ്ഷൻസ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇതൊക്കെ എന്തൊക്കെയാണെന്ന് നമ്മൾ മുൻപ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ സൈസ് ഞാൻ അല്പം ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്സിൽ കുറച്ച് മോഡ്സുകൾ കാണാം. നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ മോഡുകളൊക്കെ എന്തൊക്കെയാണെന്ന് ചേഞ്ച് ചെയ്ത് നോക്കുക. ഇവിടെ നോർമലാണ് ഡീഫോൾട്ടായിട്ട് വന്നിരിക്കുന്നത്. അടുത്തായിട്ട് സ്ട്രെങ്ത് എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്കിവിടെ സ്ട്രെങ്ത് റെഡ്യൂസ് ചെയ്തും അതുപോലെ തന്നെ ഇൻക്രീസ് ചെയ്തും ബ്ലർ ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്തിട്ട് ബ്ലർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ബ്ലർ ചെയ്യുന്ന ഏരിയയുടെ ഇൻറ്റൻസിറ്റി കുറച്ച് കൂടുതലായിരിക്കും. ഇവിടെ ഞാൻ ഒരുപോലുള്ള 2 ഇമേജ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു ഇമേജിനകത്ത് എഡിറ്റ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ബ്രഷ് സൈസ് ഞാൻ അല്പം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫോട്ടോയൊക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ബ്ലർ ചെയ്തുകൊണ്ട് ഫേസ് ഒക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ടൂളായിട്ടുള്ള ഷാർപ്പൻ ടൂൾ നോക്കാം എന്താണെന്ന്.
നമ്മൾ ഈ ഒരു ടൂൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഓപ്ഷൻ ബാറിനകത്ത് നമ്മൾ മുൻപ് കണ്ടിട്ടുള്ള അതേ ഓപ്ഷൻസ് തന്നെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ സ്ട്രെങ്ത് ഞാനൊന്ന് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ പുരുകത്തിന് അല്പം ഒന്ന് ഷാർപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫോട്ടോയ്ക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് ഷാർപ്പ് ചെയ്യേണ്ട ഏരിയയിൽ ഈ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ഷാർപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അടുത്ത ടൂളായിട്ടുള്ള സ്മഡ്ജ് ടൂൾ നോക്കാം. നമുക്ക് ഈ ബ്രഷിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കീബോർഡിനകത്തുള്ള സ്ക്വയർ ക്ലോസിംഗ് ബ്രാക്കറ്റ് കീ പ്രസ് ചെയ്താൽ മതി. നമുക്ക് ഈ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ഹെയറൊക്കെ ഇതേപോലെ സ്മഡ്ജ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഏതൊരു പോർഷനാണോ സ്മഡ്ജ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ ഇത്രയും ടൂൾസുകളാണ് നോക്കുന്നത്. ഇതിൻ്റെ ബാക്കിയുള്ള ടൂൾസുകൾ നമുക്ക് അടുത്ത വീഡിയോസിനകത്ത് നോക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കമൻസുകൾ രേഖപ്പെടുത്തുക. ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക.